എന്തായാലും നമ്മുടെ നാടിൻ്റെ അവസ്ഥ മെസ്സി വരുന്നത് പറഞ്ഞിട്ട് കുറേ കാലമായി. അവസാനം മെസ്സി വരുന്നത് കൺഫർമേഷനായി. നവംബർ മാസം മെസ്സി വരും. അപ്പോൾ ഇതിൻ്റെ സ്പോൺസർ റിപ്പോർട്ട് ചാനൽ കേട്ടോ. മറ്റേ മുട്ടിൽ മരമുറി കേസില്ലേ, അവരാണ് ഇതിൻ്റെ ഓണർ. റിപ്പോർട്ട് ചാനലിനെ അവരാണ് സ്പോൺസർ ചെയ്യുന്നത് മെസ്സിനെ കൊണ്ടുവരാൻ. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ മെസ്സിനെ കാണാൻ ഒന്ന് പോകാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഇന്ന് വന്നൊരു ന്യൂസ് നമ്മളെ എന്താ പറയുക നെഞ്ചിടിപ്പ് പറ്റും. കാരണം മെസ്സിനെ കാണണമെങ്കിൽ VVIP ടിക്കറ്റിന് 50 ലക്ഷം രൂപ, 50 ലക്ഷം റുപ്യ 3 പേരടങ്ങുന്ന VVIP ടിക്കറ്റിന് 1 കോടി റുപ്യ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഒരു വീടും പറമ്പ് എടുത്തൂടെ? സാധാരണക്കാരന് പോകണമെങ്കിൽ 5000 രൂപ. അപ്പോൾ ഇത്രയും ചാർജ് ഈടാക്കി കഴിഞ്ഞാൽ മെസ്സിനെ കാണാൻ ആരെങ്കിലും പോവോ എന്നൊരു സംശയമാണ്. കാരണം TV കണ്ടാൽ പോരെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യമാണ് വന്നത്. കാരണം ചൂരൽമല ദുരന്തം ഉണ്ടായിരുന്നല്ലോ വയനാട്ടിൽ. അപ്പോൾ കേന്ദ്രത്തിലേക്ക് സർക്കാർ സമർപ്പിച്ച കണക്കുണ്ടല്ലോ, ദുരിത കണക്ക്. അപ്പോൾ അതിൽ എഴുതിയൊരു കണക്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കതാ പെട്ടെന്ന് തോന്നി. കാരണം ഇന്നൊരു സാധനം റെഡിയാക്കാൻ 2 കോടി 3 കോടി വായി തോന്നി പറയും പോലെ ഇങ്ങനെ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും മെസ്സിനെ കാണാൻ പോവോ? ഞാൻ പറയട്ടെ, സ്റ്റേഡിയം കാലിയായിരിക്കും. അപ്പോൾ റേറ്റൊക്കെ ഒന്ന് കുറയ്ക്കും, നിങ്ങൾ താഴോട്ട് വരി. മെസ്സിനെ കാണാൻ അർജന്റീനയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പോലും ഇത്രയ്ക്ക് പൈസ ആവില്ലല്ലോ. വേൾഡ് കപ്പിലൊന്നും, ഖത്തർ വേൾഡ് കപ്പ് നടന്ന സമയത്തൊന്നും ടിക്കറ്റിന് ഇത്ര പൈസ ഒന്നും ആയില്ല. നിങ്ങൾ ആദ്യം എന്താ പറയുക, ഈ വായി തോന്നിയ റേറ്റ് ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, സാധാരണക്കാരെല്ലാവർക്കും കാണേണ്ടേ.